വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് വരുന്നത്. ഇതിന് തൊട്ട് മുമ്പത്തെ എടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെ പെർസ്പെക്റ്റീവ് വ്യൂ കാണുന്നത്, അല്ലെ എവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, എന്താണ് സെൻട്രൽ പ്ലെയിൻ, എന്താണ് സ്റ്റേഷൻ പോയിന്റ്, എന്താണ് ഗ്രൗണ്ട് പ്ലെയിൻ, എന്താണ് പിക്ചർ പ്ലെയിൻ, ഇത്രയും കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിന്റെ ഒരു പ്രോബ്ലം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ്: എ റെക്ടാങ്കുലർ പ്രിസം of base 30 mm into 40 mm and height 50 mm resting on ground plane with the 40 mm into 50 mm rectangular face is parallel to picture plane and 10 mm behind picture plane, 10 mm behind PP and parallel to PP. Okay, SP, the station point is 30 mm in front of PP and 60 mm above GP. Okay, the central plane, ഇനി പറയുന്ന central plane പറ്റിയാണ്. Central plane is 20 mm towards the right of center of the solid. ഇപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് എങ്ങനെയായിരിക്കും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോ ഈ പോയിന്റുകൾ ഏതൊക്കെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതൊന്ന് വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഒറ്റ ഫിഗറേ ഉള്ളൂ. ഓക്കെ, അതായത് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു, പിക്ചർ പ്ലെയിൻ പ്ലേസ് ചെയ്തു, അവിടെ നിന്നുള്ള സ്റ്റേഷൻ പോയിന്റ് പ്ലേസ് ചെയ്തു, ദെൻ വിഷ്വൽ ബേസ് വരക്കുക, ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ട് ആരും ഭയപ്പെടേണ്ടതൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ഇതിനെ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഒബ്ജക്റ്റ് വരുന്നത് എന്ന് പറഞ്ഞു തരാം. അപ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തതയുണ്ടാവും കാര്യത്തെ പറ്റി. നമുക്ക് ഇതിന്റെ ആവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ഇല്ല, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരിക്കലും ഈ ഫിഗർ വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മാത്രം ചെയ്താൽ മതി. പക്ഷെ ഒരു ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്താണ് സ്റ്റേഷൻ പോയിന്റ്, എവിടെ വരും, എന്തുകൊണ്ട് അത് അങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞു തന്നതാണ് ഈ ക്വസ്റ്റ്യനും ഇതുകൂടെ വെച്ചിട്ട്. ഇവിടെ ഞാൻ ആദ്യം ഈ ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം പറയാം. ലിസൺ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. 30 into 40 mm റെക്ടാങ്കുലർ ഫേസ്, ഹൈറ്റ് 60 mm കൺസിഡർ ചെയ്യും. ഇത് ആക്ച്വലി സ്ക്വയർ ആണ്, പക്ഷേ നമ്മൾ റെക്ടാങ്കുലർ പ്രശ്നമായിട്ട് സങ്കല്പിക്കാം. ഓക്കെ, ദെൻ ഈ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇതാണ് നമ്മുടെ പിക്ചർ പ്ലെയിൻ. ഈ പിക്ചർ പ്ലെയിനിൽ ഗ്രൗണ്ട് പ്ലെയിൻ ആണ് റെസ്റ്റ് ചെയ്യുന്നത്. റെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈ പിക്ചർ പ്ലെയിന് പാരലലായിട്ടാണ് ഒരു ഫേസ് ഇരിക്കുന്നത്. ഏത് ഫേസ് ആണത്? 40 into 50 mm പാരലോ ആണ്. പിക്ചർ പ്ലെയിനിൽ 10 mm ബിഹൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ദെൻ സ്റ്റേഷൻ പോയിന്റ് എവിടെയാണ്? സ്റ്റേഷൻ പോയിന്റ് ഈ പിക്ചർ പ്ലെയിനിൽ നിന്ന് എത്ര mm ഇൻഫ്രണ്ട് ആണ്? 30 mm മുന്നിലേക്ക് മാറി 60 mm ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതിന് പിക്ചർ പ്ലെയിനിൽ നിന്ന് എത്ര പുറകിലേക്കാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റേഷൻ പോയിന്റ് ഫിക്സ് ചെയ്യുമ്പോൾ എത്രയാണ് ഇൻഫ്രണ്ട് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും, എത്ര ഹൈറ്റിനാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ഇതൊരു 3D ഇമേജ് ആയതുകൊണ്ട് ഈ ഒബ്ജക്റ്റിന്റെ സ്റ്റേഷൻ പോയിന്റ് ഇതിന്റെ സെന്ററിൽ നിന്ന് ടുവേഴ്സ് ദ ലെഫ്റ്റോ റൈറ്റോ എന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ടുവേഴ്സ് റൈറ്റ് ഓഫ് ദ സെന്റർ ഓഫ് ദ പ്രിസം, അതായത് ഈ സോളിഡിന്റെ സെന്ററിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മാറിയാണ് സ്റ്റേഷൻ പോയിന്റ് ഇരിക്കുന്നതാണ്. അപ്പൊ ഞാൻ അത് വരച്ച് കാണിക്കാം, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഇതിന് പുറകിലായിട്ട്, ഇതിന്റെ ബാക്കിലാണ് വരക്കുന്നത്, നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ വരട്ടെ, കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഐഡിയ കിട്ടും. ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോ ഏകദേശം സ്റ്റേഷൻ പോയിന്റ് ഇവിടുന്ന് 25 mm മാറി 60 mm ഹൈറ്റിലാണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പി. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 mm ആയിരുന്നു. 25 mm, സോറി 30 mm ഇൻ ഫ്രണ്ട് ആൻഡ് 60 mm ഹൈ അബോവ് ദ ജിപി. ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് 60 mm ഡിസ്റ്റൻസ് ഉണ്ടാവും. 60 mm. ഇവിടെ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 10 mm ആയിരിക്കും.
പിക്ചർ പ്ലെയിന് 10 mm മാറി ഇതിന് പാരലായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഒബ്ജക്റ്റ്. ഇനി ഇതിന്റെ വിഷ്വൽ ബേസ് എങ്ങനെ പോകും? ഓരോ കോർണറിലേക്കും വിഷ്വൽ ബേസ് നമുക്ക് വിടണം. ഓക്കെ, ഇത് ഫ്രണ്ട് മാത്രമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഏകദേശം ഒരു ഒബ്ജക്റ്റിന്റെ ഇതുപോലെ വരും. ഇതിന്റെ ബാക്കിലേക്കുള്ള വരച്ച് എടുക്കണം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഫോം ചെയ്യാൻ പോകുന്നത്. ഒരു പ്ലെയിൻ മാത്രമേ ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളൂ, കാരണം ബാക്കി പ്ലെയിൻ കൂടെ വരക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ അത് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആക്കത്തേക്കും. എനിവേ നമുക്ക് ഇതിന്റെ ഫിഗറിലേക്ക് അല്ലെങ്കിൽ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നു എന്നതിലേക്ക് പോവാം. അപ്പൊ ഇത്രയും ഒരു 5 minutes എടുത്തു. ഞാനൊരു 2 minutes 3 minutes കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. പ്രോബ്ലം വായിച്ച് നോക്കുക, അതിനെ ബേസ് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, പ്രോബ്ലം വായിച്ച് നോക്കിയതിനു ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നുള്ളത് ഒരു മനസ്സിൽ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഇത് റഫായിട്ട് വരച്ചിടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിത് മായ്ക്കുവാണ്. ദെൻ ഇവിടെ ഞാനിപ്പോൾ വരച്ച് കാണിക്കാം. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് എല്ലാവരും എഴുതിയെടുത്തോളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വരക്കുന്നതിനോടൊപ്പം ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അത് എങ്ങനെ ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൈൻ വരക്കണം. ആ ലൈനിൽ ഞാൻ പിക്ചർ പ്ലെയിൻ എന്ന് വിളിക്കുകയാണ്. മുകളിൽ വരക്കുന്ന പ്ലെയിൻ പിക്ചർ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ബുക്കിന്റെ ഇതാണ് നമ്മുടെ ബുക്ക് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ലാൻഡ്സ്കേപ്പ് എടുത്തിട്ട് ചെയ്യുന്നതിൽ നല്ലത്. ഇത്തരം പ്രോബ്ലംസ് അതിന്റെ പോർട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ പിക്ചർ പ്ലെയിൻ വരക്കുന്നു, അതിന്റെ ഏറ്റവും താഴെയായിട്ട് ഗ്രൗണ്ട് പ്ലെയിൻ വരക്കുന്നു, ഏറ്റവും താഴെ. ഓക്കെ, അപ്പൊ സെയിം നമ്മൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ നോട്ട്ബുക്കിന്റെ ഏറ്റവും താഴെ ഗ്രൗണ്ട് പ്ലെയിൻ വരക്കുന്നു, GP. ഇതെങ്ങനെയാണ് എന്റെ കൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒബ്ജക്റ്റിന്റെ ഏറ്റവും മുകളിൽ നിന്ന്, അതായത് ടോപ്പ് വ്യൂ ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ടോപ്പ് വ്യൂ ആണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ മുകളിൽ വരക്കുന്നത്. ടോപ്പ് വ്യൂ ആണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ മുകളിൽ വരക്കുന്നത്, മാറിപ്പോയത്. ഓക്കെ, ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ, അതായത് ഈ ഒബ്ജക്റ്റിന്റെ ഇവിടുന്ന് വ്യൂ ചെയ്യുന്നത് ആണ് ഈ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ. അത് നമ്മൾ താഴെ വരക്കുന്നത്. ഇവിടെ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, എവിടെയാണ് സ്റ്റേഷൻ പോയിന്റ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ വരക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കാര്യം മുന്നോട്ട് കൃത്യമായിട്ട് ചെയ്തു തരാം. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടുന്ന് മുകളിൽ നോക്കും. ഇവിടെ മുകളിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പിക്ചർ പ്ലെയിൻ കാണാൻ പറ്റും. അത് ഞാൻ വരച്ചു. പിന്നെ എന്ത് കാണാൻ പറ്റും? ഈ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ കാണാൻ പറ്റും. ആ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂവില് നമുക്കറിയാം ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? 30 into ഏകദേശം ഇതേപോലെ ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഒബ്ജക്റ്റിന്റെ 30 പാരലായിട്ടുള്ള ഫേസ് ഇവിടുന്ന് 10 mm പുറകിലേക്ക് മാറ്റി ആണ് നമ്മൾ പറഞ്ഞത്. 1 cm പുറകിലേക്ക് മാറ്റി ആ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എടുത്തിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ആ ടോപ്പ് വ്യൂല് നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്റ്റേഷൻ പോയിന്റ് കാണാൻ പറ്റും. മുകളിൽ നോക്കുമ്പോൾ സ്റ്റേഷൻ പോയിന്റ് എത്ര mm ഹൈറ്റിലാണെന്ന് ഒരിക്കലും കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒരു ലൈൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈനിന്റെ ഹൈറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല. ഇവിടുത്തെ പിക്ചർ പ്ലെയിനിൽ നിന്ന് എത്ര ബിഹൈൻഡ് ആണ് അല്ലെങ്കിൽ എത്ര ഇൻഫ്രണ്ട് ആണ് എന്ന കാര്യത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബിഹൈൻഡ് PP ഞാനിവിടെ ഒബ്ജക്റ്റ് വരച്ചു കഴിഞ്ഞു. ഇനി ഇൻഫ്രണ്ട് ഓഫ് PP 25 ഇൻഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 25 ഇൻഫ്രണ്ടിലേക്ക് മാറിയിട്ട് ഉള്ള സ്റ്റേഷൻ പോയിന്റ് വരക്കണം. അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആ ഒബ്ജക്റ്റിന്റെ ടുവേർഡ്സ് റൈറ്റ് ആണോ ടുവേർഡ്സ് ലെഫ്റ്റ് ആണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എന്നൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടെ നോക്കിയിട്ട് വേണം വരക്കാനായിട്ട്. ഒബ്ജക്റ്റ് അപ്പോ അല്ല സ്റ്റേഷൻ പോയിന്റ് ഒബ്ജക്റ്റിന്റെ സെന്ററിൽ നിന്ന്, ഇവിടെ സെന്റർ ഞാൻ ജസ്റ്റ് വരച്ചിടുവാണ്. ആ സെന്ററിൽ നിന്ന് റൈറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, ടുവേർഡ്സ് റൈറ്റ് 20 mm മാറി, 20 mm മാറി 30 mm
പി പിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി. ഇൻ ഫ്രണ്ട് ഓഫ് പി പി എന്ന് പറയുമ്പോഴത്തേക്ക് പിക്ചർ പ്ലെയിനിൽ നിന്ന് 30 mm താഴത്തേക്ക് വരും. ഓക്കെ, കാരണം ടോപ്പ് വ്യൂ ആണ്. ബിഹൈൻഡ് പി പി 10 mm ബിഹൈൻഡ് പി പി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എടുക്കുന്നത് 10 mm അല്ല 30 mm ഇൻ ഫ്രണ്ട് ഓഫ് പി പി എന്ന് പറയുന്നത് 30 mm താഴത്തേക്ക് മാറി ഇവിടെ വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇവിടുന്ന് 25 mm ഇങ്ങോട്ട് മാറുകയും കൂടെ ചെയ്യണം. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റിന്റെ സ്റ്റേഷൻ പോയിന്റ് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഈ ഒബ്ജക്റ്റിന്റെ സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ഇതിനെ SP എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ SP മാർക്ക് ചെയ്തു, ഒബ്ജക്റ്റ് മാർക്ക് ചെയ്തു. ഒബ്ജക്റ്റ് ഞാൻ പേര് കൊടുക്കുന്നു ABCD. ABCD അതിന്റെ ബേസ് ആയിട്ട് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 ആണ് അതിന്റെ ടോപ്പ് കോർണേഴ്സ്. അതായത് ഒബ്ജക്റ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ബേസ് ABCD എന്ന് കൊടുത്തു, ടോപ്പിൽ ഈ കോർണേഴ്സ് 1 2 3 4 എന്ന് കൊടുത്തു. കാണാമല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ട ഈ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ ആണ്. ദ ഫ്രണ്ട് വ്യൂ ഈസ് ടു ബി ഡ്രോൺ ബിലോ ദ ടോപ്പ് വ്യൂ ഇൻ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. ക്ലിയർ? അപ്പൊ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലൈൻ അല്ലെങ്കിൽ താഴത്തേക്ക് തിൻ ലൈൻസ് ആയിട്ട് ജോയിൻ ചെയ്യാം. പ്രൊജക്റ്റ് ആണെങ്കിൽ എളുപ്പമുണ്ടാവും ചെയ്യാനായിട്ട്. ഇതെല്ലാം തിൻ ലൈൻസ് ആണ്. ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 50 mm ആയിരുന്നു അല്ലെ? 50 mm ഹൈറ്റിൽ എടുത്തിട്ട് നമ്മൾ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ ആയി അനോട്ടേഷൻസ് കൊടുക്കാം. A' B' അതായിരിക്കും ഫ്രണ്ട് വ്യൂ കാണുന്നത്. അതായത് ഇവിടുത്തെ ഇത് A, ഇത് B, C, D 1 2 3 4 ഇങ്ങനെയല്ലേ? നിങ്ങൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത് എയും ബിയും കാണാം. C' ബ്രാക്കറ്റ് ആയിരിക്കും, D' ബ്രാക്കറ്റ് ആയിരിക്കും, 1' 2' 3' ബ്രാക്കറ്റ് ആൻഡ് 4' ബ്രാക്കറ്റ്. ഡാഷ് നൊട്ടേഷൻസ് കൊടുത്തത് because it's the front view of the object. Then in front view we can mark the station point also. സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ട് വ്യൂ വരുമ്പോഴത്തേക്ക് എത്ര എണ്ണം ഇൻ ഫ്രണ്ട് ആണ് എത്ര എണ്ണം ബിഹൈൻഡ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂവില് ഒരു ഒബ്ജക്ട് ഇപ്പോ എന്റെ ഈ കൈയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു ഒബ്ജക്റ്റിനൂടെ പ്ലേസ് ചെയ്യുന്നു ചോക്ക്. ഈ ചോക്ക് ഈ ബോർഡിൽ നിന്ന് എത്ര എണ്ണം ഇൻ ഫ്രണ്ട് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ അറിയാൻ പറ്റുമോ? നോ, ബിക്കോസ് പോസിബിൾ. ബിക്കോസ് ഇൻ ഫ്രണ്ട് വ്യൂ നമുക്ക് എത്ര എണ്ണം ഹൈറ്റിലാണ് ഈ ചോക്ക് ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത്ര റെഫറൻസിലാണ് ഇരിക്കുന്നത്, അത് നമുക്ക് അറിയാൻ പറ്റും. ബട്ട് ഇതിന്റെ ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ ദ ബോർഡ് ആൻഡ് ദ ചോക്ക് അത് നമുക്ക് എവിടെ നിന്ന് അറിയാൻ പറ്റും? ടോപ്പ് വ്യൂവിൽ അറിയാൻ പറ്റും. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കൈകൾ തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ നോക്കിയാൽ അറിയാൻ പറ്റും. ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിത് കാണാൻ സാധിക്കില്ല. ഓക്കെ, ക്ലിയർ? അപ്പോ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ പോയിന്റ് എത്രയോളം ഇൻഫ്രണ്ട് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ബട്ട് എത്ര ഹൈറ്റിലാണ് എന്നുള്ളത് നമുക്ക് ഫ്രണ്ട് വ്യൂ അറിയാൻ പറ്റുള്ളൂ. 60 mm ഹൈറ്റ് ആണ്. 60 mm ഹൈറ്റില് ഞാൻ SP' മാർക്ക് ചെയ്യുന്നു. ഇപ്പൊ ചെയ്തതൊന്നുമില്ല, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ആ ഒബ്ജക്റ്റുകളെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റിന്റെ ഒരു 80% കംപ്ലീറ്റ് ആയി. ഇത് നമുക്ക് ചെയ്യാനുള്ളത് വിഷ്വൽ റേസ് വരക്കുക എന്നുള്ളതാണ്. വിഷ്വൽ റേസ് വരക്കേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ചെയ്ത് ഇത്രയും കേസിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എല്ലാ പോയിന്റിൽ നിന്നും ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ എല്ലാ പോയിന്റിൽ നിന്നും സ്റ്റേഷൻ പോയിന്റിലേക്ക് നമ്മൾ ലൈൻസ് ജോയിൻ ചെയ്യുന്നു. ഇപ്പൊ ടോപ്പ് വ്യൂവിലെ കോർണറിൽ നിന്ന് വരക്കുമ്പോൾ SP യിലേക്കും ഫ്രണ്ട് വ്യൂ എന്ന് വരക്കുമ്പോഴത്തേക്ക് SP'ലേക്കുമാണ് വരക്കേണ്ടത്. ക്ലിയർ? ഇവിടെ വരക്കുമ്പോഴത്തേക്ക് SP'ലേക്കാണ് വരക്കേണ്ടത്. എല്ലാ പോയിന്റിൽ നിന്നും SP യിലേക്കും SP'-ലേക്കും പോയിന്റ്സ് വരക്കും. ഇത് ചെയ്യുന്നത് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്ത പോയിന്റ്. ഇപ്പൊ ഒരു പോയിന്റ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. എയിൽ നിന്ന് SP യിലേക്ക് ഞാൻ ഒരു ലൈൻ വരച്ചപ്പോഴത്തേക്ക് അത് ഈ പർട്ടിക്കുലർ പോയിന്റിൽ വന്നിട്ട് പിക്ചർ പ്ലെയിനിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ വിഷ്വൽ റേ
പിക്ചർ പ്ലെയിനില് ഈ പർട്ടിക്കുലർ പോയിന്റ് വെച്ച് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് ഞാൻ 8,1 എന്ന് അവിടെ ലൈറ്റ് ആയിട്ട് എഴുതി വെക്കാം, ചെറുതായിട്ട് എഴുതി വെക്കാൻ വേണമെങ്കിൽ നമുക്ക് ഡൗട്ടുകൾ ഒഴിവാക്കി എഴുതിയെങ്കിലും പ്രശ്നമില്ല. ആ പോയിന്റിൽ നിന്ന് നേരെ വെർട്ടിക്കലായിട്ട് ലൈൻ താഴത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് താഴത്തെ വിഷ്വൽ പ്ലെയിനിൽ നിന്ന് എയിൽ നിന്ന് പോകുന്ന ലൈനിൽ അത് ഇന്റർസെക്ട് ചെയ്യും. എ ഡാഷിൽ നിന്ന് SP ഡാഷിലേക്ക് പോകുന്ന ആ വിഷ്വൽ പ്ലെയിന് ടോപ്പ് വ്യൂവിലെ എയിൽ നിന്ന് SP യിലേക്ക് പോയ ലൈൻ PP-യിൽ ഇന്റർസെക്ട് ചെയ്ത ലൈനിൽ നിന്ന് വരച്ച വെർട്ടിക്കൽ ലൈൻ ഇന്റർസെക്ട് ചെയ്യും. അപ്പൊ അതിന് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് കൊടുക്കുന്നു. ആ പോയിന്റ് ആണ് ക്യാപിറ്റൽ ലെറ്റർ A. ഇതേ ലൈൻ തന്നെയാണ് 1-നെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ എയുടെ നേരെ മുകളിലുള്ള 1 എന്ന് പറഞ്ഞ കോർണർ റെപ്രസെന്റ് ചെയ്യുന്നതും ഇതേ പോയിന്റ്. അപ്പൊ ആ പോയിന്റ് ഇവിടെ നിന്നുള്ള 1 ഡാഷിൽ നിന്ന് പോകുന്ന ലൈൻ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 1 കിട്ടും. ആൽഫയാണ്, അതായത് നമ്മുടെ ABCD ആണ് കൊടുക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ ഇവിടെ പെർസ്പെക്റ്റീവ് യൂസ് ചെയ്യണം. ന്യൂമറിക്കൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ 1 തന്നെ കൊടുക്കുന്നു. ഓക്കെ, ബി കണ്ടുപിടിച്ച് കാണിക്കാം. ബിയിൽ നിന്ന് SP-യിലേക്ക് പോകുന്ന ലൈൻ ഇവിടെ വിഷ്വൽ പ്ലെയിൻ ഇവിടെ ഈ പോയിന്റിൽ വെച്ച് പിക്ചർ പ്ലെയിനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ നിന്ന് വെർട്ടിക്കലായിട്ട് താഴത്തേക്ക് വരക്കുന്നു. ആ പോയിന്റ് താഴത്തെ B-യെ ഇന്റർസെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ ലെറ്റർ B നമുക്ക് ഇവിടെ കിട്ടും. ദെൻ അതേ പോയിന്റ് 2-നെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വെച്ചിട്ട്. അവിടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ഇല്ല 2 കിട്ടുന്നു. ഓക്കെ, സെയിം നമുക്ക് 2 പോയിന്റ് ഇവിടെ കണ്ടുപിടിക്കാനുണ്ട്. 3 and C. 3 C. Then 4 and D. D. 4. ഓക്കെ, ഇത്രയും ചെയ്താൽ ഇനി ചെയ്യേണ്ട കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. നമ്മൾ ഈ ഒബ്ജക്റ്റിന്റെ ഇവിടെ നിന്നാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മുകളിൽ നിന്ന്, അതായത് ഒബ്ജക്റ്റിനെയും കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്നാണ് ഈ നോക്കുന്നത്. ഏകദേശം 4 ദിവസം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഞാൻ ഈ ഒബ്ജക്റ്റിനെ നോക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ സ്റ്റേഷൻ പോയിന്റ്, അഥവാ എന്റെ കണ്ണെന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിനെ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. കാരണം ഇത് 60 mm, ഇതിന്റെ ഹൈറ്റ് 50 mm ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതിന്റെ ടോപ്പ് ഫേസ് ഫുള്ള് കാണാൻ പറ്റും. എന്റെ അടുത്ത് നിൽക്കുന്ന ഈ റെക്ടാങ്കുലർ ഫേസിനായിരിക്കും മാക്സിമം ലെങ്ത്. പുറകിലേക്ക് പോകുന്നതോറും അതിന്റെ ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അതുപോലെ ഞാനിത് നോക്കുന്നത് ഇതിന്റെ ടുവേഴ്സ് റൈറ്റ് ആണ്, ഒരു റൈറ്റിലേക്ക് മാറ്റിയാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള പോയിന്റും കൂടെ എനിക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതേസമയം ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് എനിക്ക് കാണാൻ സാധിക്കില്ല, ഞാൻ ഇവിടെ ഒന്നുമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ ഏത് ക്വസ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ ക്വസ്റ്റൻ കിട്ടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എവിടെ നിന്നാണ് നോക്കുന്നത് എന്നുള്ളതാണ് ആ സ്റ്റേഷൻ പോയിന്റ്. അതിനെപ്പറ്റി ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചു കൊടുക്കുക. ഓക്കെ, ഈ ഒബ്ജക്റ്റിന്റെ ഈ ഹൈറ്റിൽ ഇത്ര ഡിസ്റ്റൻസ് മാറി ആണ് ഞാൻ ഒബ്ജക്റ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടുന്ന് എന്തായിരിക്കും എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് ഐഡിയ നിങ്ങൾക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് വരക്കും കംപ്ലീറ്റ് ചെയ്യാണ്. എനിക്ക് 1 to 2, 2 to 3, 3 to 4 എന്തായാലും എനിക്ക് കാണാൻ പറ്റും. 4 to 1 ആണ്. ഓക്കെ, ദെൻ എനിക്ക് നേരെ നിൽക്കുന്ന 4 to D, D to A, A to 1 അത് കാണാൻ പറ്റും. ദെൻ ബൗണ്ടറി ആയിട്ടുള്ള A to B കാണാൻ പറ്റും, B to C കാണാൻ പറ്റും, സോറി B to 2 കാണാൻ പറ്റും. B to C ഡോട്ടഡ് ആയിരിക്കും, C to 3 ഡോട്ടഡ് ആയിരിക്കും, C to D യും ഡോട്ടഡ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയായിരിക്കും ഫൈനൽ ഫിഗർ വരുന്നത്. വരച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു വൃത്തിയായിട്ട് വരും. ഞാൻ ഒന്നുകൂടെ പറയാം. 1 2 3 4 ഫുള്ള് കാണാൻ പറ്റും. ദെൻ 1 to A, A to D, D to 4 ആ ഒരു റെക്ടാങ്കുലർ ഫേസ് കാണാം. ഈ സൈഡിലുള്ള A to B, D to 2, 2 to 1 അത് കാണാൻ പറ്റും. ബാക്കി ബാക്ക് സൈഡിൽ പോകുന്ന C എന്ന് പറഞ്ഞ കോർണർ കാണാൻ പറ്റില്ല. സിയിലേക്ക് വരുന്നത് പോകുന്നതുമായിട്ടുള്ള 3 ലൈൻസ് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോ പ്രോബ്ലം ഇതിന്റെ കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്തു തരാം. ഇൻ ദ സെൻസ് ഈ സ്റ്റേഷൻ പോയിന്റ് റൈറ്റ് സൈഡിലേക്ക് മാറുന്തോറും നമുക്ക് കിട്ടുന്ന ഇമേജ് കുറച്ചുകൂടെ രസം ഉണ്ടാകും. നമുക്ക് ആ ഐഡിയ നിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടും. ഇങ്ങോട്ട് മാറുന്തോറും ഇമേജ് ഒന്ന് എങ്കോണിച്ച് വരും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കാണാൻ അവസ്ഥയുണ്ടാവും. ഓക്കെ, അപ്പൊ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.
ഗ്രാഫിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.